എടിയേ, നീ നിന്റെ അച്ഛനോടെ പുതിയ കാറ് ബുക്ക് ചെയ്തോളാൻ പറ. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ അമ്മയുടെ ആ കാറ് നിങ്ങളുടെ പേരിലാക്കിത്ത. അപ്പൊ ഞാൻ എന്റെ അച്ഛനെ വിളിച്ചു പറയാന്ന്. പിന്നെന്നാ? എടി, അമ്മ കാറ് എന്റെ പേരിൽ എഴുതി തരാൻ സമ്മതിച്ചു. പറ്റിക്കാൻ നിക്കല്ലേ. ഞാനെന്തിനാ നിന്നെ പറ്റിക്കുന്നത്? ആ വണ്ടി എന്റെ പേരിൽ എഴുതി തരാൻ സമ്മതിച്ചെന്നേ അമ്മ. എന്തേ ഇനി എന്റെ പേരെല്ലാം മാറ്റി അതിന്റെ ബുക്കും പേപ്പറും എല്ലാം കൊണ്ട് താങ്കളുടെ കൺമുന്നിൽ കൊണ്ട് പ്രദർശിപ്പിച്ചാല് വിശ്വസിക്കുന്നുണ്ടോ? ആ എന്നാ അതെല്ലാം മേടിച്ചിട്ടു. അത് ഒറിജിനൽ നോക്കണം. ഒറിജിനൽ എടി, അതിന് വിവരം മതി. ആ മൊബൈൽ എടുത്തിട്ടേ ഇങ്ങനെ സൈറ്റ് അടിച്ച് നോക്കിയാൽ മതി. വാഹൻ അതിനകത്തറിയാം പേര് മാറിയതൊക്കെ. എനിക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് മാറണമെങ്കിൽ വിവരം ബോധമൊക്കെ വേണമല്ലോ. അതൊന്നും ഇല്ലല്ലോ. അല്ലേ, തമാശ പറഞ്ഞ. എന്നാലും ഏത് വണ്ടി എടുക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓട്ടോമാറ്റിക് എടുക്കുക അല്ലേ? ഒരു കാലും കൈയും അനങ്ങേണ്ടി വരില്ല. ഈ കൈയും കാലും മാത്രം ഉപയോഗിച്ചാൽ മതി. ഈ വലതുവശം മാത്രം. ഇടതുവശം നമുക്ക് റെസ്റ്റ് ചെയ്യാം. തോളെ കൈയൊക്കെ ഇട്ട്. എങ്ങനെയുണ്ട് ഐഡിയ? എങ്ങനെയുണ്ട്? അമ്മായിച്ചിന്റെ ചെലവിൽ ഞാനൊന്ന് വിലസും അല്ലേ? വിലസണം. കാലം കലാതരാ. അവള് വരുന്നുണ്ട്. ഇതൊന്നും അവളോട് എഴുന്നള്ളിക്കാൻ നിൽക്കരുത് കേട്ടോ. ചേട്ടനുണ്ടായിരുന്നാ? പിന്നെ ഞാനിവിടെ നിൽപ്പില്ലേ? രണ്ടുപേരോടും കൂടി കാര്യം പറയാണ്ട്. എന്താണ് കാര്യം? ചേച്ചി, ചേട്ടാ, നിങ്ങളുടെ രണ്ട് പെൺമക്കളില്ലേ? അവർ രണ്ടുപേരും ഒരു രക്ഷയില്ലാട്ടാ. സ്റ്റോപ്പ്. ഈ നെക്കടിക്കുന്ന പരിപാടിയും കൊണ്ട് ഇറങ്ങല്ലേ. എനിക്കത് കേൾക്കാൻ നേരമില്ല. അത് നിങ്ങൾ തമ്മിൽ അയക്കും. ബൈ ബൈ. അയക്കും. പോട്ട്. ചേച്ചി, ചേച്ചിയുടെ രണ്ട് പെൺമക്കളില്ലേ? അവര് തമ്മിലേ ഒരു രക്ഷയില്ലാട്ടോ. എന്റെ മക്കളെ സ്വഭാവ സർട്ടിഫിക്കറ്റ് തരാൻ നീ എന്റെ അടുത്ത് വരാൻ നിൽക്കണ്ട. ഈ സർട്ടിഫിക്കറ്റിന്റെ കാര്യം തന്നെയാണ് പ്രശ്നം. ഏത് സർട്ടിഫിക്കറ്റ്? ചേച്ചിയുടെ ഇളയ മോള് പറയുന്നതേ കൂട്ടത്തിൽ അവളെ പഠിപ്പിക്കാനാണ് ഏറ്റവും കുറച്ച് കാശ് ചെലവാക്കിയിട്ടുള്ളൂ എന്നാണ്. അവൾക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്തോണ്ടല്ലേ? പഠിപ്പിക്കാത്തോണ്ടല്ല അവളുടെ പ്രശ്നം. അതല്ല അവളുടെ പ്രശ്നം. ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ ചെലവാക്കിയ കാശ് അത് ഇത്തിരി കൂടുതലാണ്. ആ കണക്കാണ് അവളുടെ പ്രശ്നം. ഓ, ആ കണക്ക്. നീ എന്റെ മക്കളെ സ്വത്തിന്റെ കണക്ക് നോക്കി നടക്കാതെ നിന്റെ സ്വത്തിന്റെ കണക്ക് അങ്ങ് പോയി നോക്ക്. എന്റെ സ്വത്തിന് എന്ത് പ്രശ്നം? ഞങ്ങളത് രണ്ടുപേരല്ലേ ഉള്ളൂ. അല്ല, ഈ മുറ്റത്തുള്ള കാറ് നിനക്കും കൂടി അവകാശമുള്ളതല്ലേ? അതെന്റെ അച്ഛന്റെ കാറ്. അച്ഛന്റെ കാറ് എനിക്കും അവകാശപ്പെട്ടതാണ്. ആ, അത് നിന്റെ ചേട്ടന്റെ പേരിലേക്ക് മാറ്റാൻ പോവാ. അതിന് അമ്മ സമ്മതിക്കണ്ടേ? നിന്റെ അമ്മ തന്നെയല്ലേ ചെയ്യാൻ പോകുന്നത്. പിന്നെ ആ കാറ് നിന്റെ ചേട്ടന്റെ പേരിൽ മാറ്റിക്കഴിഞ്ഞ നിന്നെയും നിന്റെ അമ്മയും ആ കാറൊന്ന് തൊട്ട് നോക്കാൻ പോലും സമ്മതിക്കത്തില്ല. ആ കാറിന് എനിക്കും അവകാശമുണ്ട്. ഇതെന്ത് ന്യായം? അത് ഇവിടെ വന്നിട്ട് വെറുതെ തുള്ളി പറഞ്ഞിട്ട് കാര്യമില്ല. പോയിട്ട് നിന്റെ അമ്മയോട് ചോദിക്കും. ആ, ഞാൻ ചോദിക്കും അമ്മയോട്. എന്റെ അവകാശം ഞാൻ പിടിച്ചു വാങ്ങും. ആ, ചോദിക്കും പോയിട്ട്. അന്യായം ഞാൻ എതിർക്കും ഞാൻ. അവളെ എന്റെ മക്കള് സ്വഭാവ സർട്ടിഫിക്കറ്റ് പറയാൻ പതിന്. അല്ല, നിങ്ങൾ എങ്ങനെ അറിഞ്ഞ കാർ കൊടുക്കാൻ പോണ കാര്യം? അപ്പൊ ഞാൻ ഈ വീട്ടിലല്ലേ? എന്നാലത് ശരിയല്ലല്ലോ. നിങ്ങൾ അറിഞ്ഞ് ഞാൻ അറിഞ്ഞില്ല. ഞാനാണ് മോള്. എനിക്ക് അവകാശമുണ്ട്. ഇതെന്താ ചതിന്റെ ഇവിടെ? അപ്പൊ അതന്നെയല്ലേ ഇപ്പൊ ഇത്ര നേരം മലയാളത്തിൽ ഇവിടെ ഇരുന്ന് പറഞ്ഞത്. പിന്നെ ഇംഗ്ലീഷിലാ ഞാൻ പറഞ്ഞ. എന്നോട് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം എന്താണ്? മണ്ടയില്ലേ? ആലോചിച്ച് നോക്ക്. ചിലപ്പോ എനിക്ക് നിന്നോട് കുറച്ച് സ്നേഹം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും. ചോദിക്കാല്ലേ? നല്ലത് ശരിയല്ലേ ചേച്ചി? ചോദിച്ചിട്ട് വാ. ചേച്ചിന്റെ പക്ഷത്താവുന്ന മനസ്സിലാക്കണം. എനിക്ക് എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ട് സരിത. നമ്മളൊന്നും പെണ്ണുങ്ങളല്ലേ? അതെ, അത് തന്നെ. അത് നീ മനസ്സിലാക്കണം. വിട്ടുകൊടുക്കരുത്. ഇല്ലേ ചേച്ചി ചെയ്യും. മക്കളുടെ കാര്യം ശ്രദ്ധിക്കണം. അവര് തമ്മിൽ അടികൂടാണ്ട് നോക്കണേ. മോള് ഒന്ന് ശ്രദ്ധിക്കണേ ഇടക്കിടക്ക്. ഞാനത് അത് തല്ലുടക്കാണ്ടിരിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞാണേ. പിള്ളേരല്ലേ, പെമ്മക്കളല്ല. എന്താണേ ആലോചിച്ചിട്ട് വരാം ഞാൻ. എന്നാലും എന്റെ അമ്മ, എന്റെ ചേട്ടൻ. അതെ, വിട്ടുകൊടുക്കരുത്. ഇല്ല. ഒരു വെടിക്ക് രണ്ട് പക്ഷി. രണ്ടും തമ്മിൽ തല്ലു കൂടുകയും ചെയ്യും. എന്റെ അച്ഛന്റെ കാശ് ലാഭം. നിന്നോടല്ലേ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. ഇട്ടോട്ട് വരുന്നേ. അച്ഛന്റെ സ്വർണ്ണപ്പല്ല് ഇതിനകത്ത് കാണുമല്ലയോ? വണ്ടിയുടെ പേപ്പർ അന്വേഷിക്കുമ്പോ അതിനകത്ത് സ്വർണ്ണപ്പല്ലൊന്നും. അതാണോടാ കാര്യം? ഓ, അതുകൊണ്ടൊന്നും അല്ലേ. എന്നെ പിടിച്ചിന് ജയിലിനകത്തെങ്ങാനും ഇട്ട് കഴിഞ്ഞാൽ അമ്മയ്ക്ക് സ്വർണ്ണപ്പല്ല് വിറ്റിട്ടായാലും എന്നെ ജാമ്യത്തിൽ ഇറക്കാലോ നടത്തി ചോദിച്ചാ. നിന്നെ അല്ല, നിന്റെ അച്ഛനെ ആണേലും ഞാൻ ഈ സ്വർണ്ണപ്പല്ല് വിറ്റ ജയിലിൽ നിന്നൊന്നും ഇറക്കൂല കേട്ടോ. അപ്പൊ എന്നെ എന്റെ അച്ഛനേക്കാളും വലുതാ അമ്മയ്ക്ക് സ്വർണ്ണപ്പല്ല്. സംശയം എന്താ? അതാടാ, എനിക്ക് വലുത് സ്വർണ്ണപ്പല്ല് തന്നെയാ. അതെ, ഇതൊക്കെ ഞാൻ കേൾക്കാൻ വേണ്ടി പറയണല്ലേ. ആ സ്വർണ്ണപ്പല്ലും കൂടി മോനെടുത്ത് കൊടുത്തേരെ. അതിനെന്താടി കുഴപ്പം? സ്വർണ്ണപ്പല്ല് എനിക്ക് അവകാശപ്പെട്ടതാ. എനിക്ക് തരും അമ്മ. അതിന്റെ പകുതി പല്ലില്ലേ, സ്വർണ്ണപ്പല്ലിന്റെ പകുതി, അത് എനിക്ക് അവകാശപ്പെട്ടതാ.
അയ്യടാ, 2 പേർക്ക് ഞാൻ സ്വർണ്ണപ്പല്ലി തരുന്നില്ല, അതെന്റേതാ. ഇതന്നെയല്ല അമ്മ കാറിന്റെ കാര്യത്തിനും പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ ആ കാറ് ചേട്ടൻ എഴുതി കൊടുക്കാൻ പോവല്ലേ? ഓ, അപ്പൊ കാറിന്റെ കാര്യം നാത്തൂനാര് ചെവിയിലിട്ട് ഓതി തന്നല്ലേ? നാത്തൂനോ എന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ട് ചേച്ചിയോട് പറഞ്ഞു. എടി മോളെ, അതെ, എനിക്കൊരു കാര്യം പറയാം. അല്ല, 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 എന്ത് പറയാനാ? അല്ല, ഒന്നും പറയാനൊന്നുമില്ല. കാറ് എന്റെ പേരിൽ എഴുതരും. എന്താ? അപ്പൊ ഞാനാരാ? നീ ആരാന്ന് നിനക്കറിയാമല്ല, നീ എന്നോട് ചോദിക്കണേ നീ ആരാണെന്നും ഞാൻ ആരാണെന്നും. നിർത്ത്, സിനിമ ഡയലോഗ് വേണ്ട. അച്ഛനെ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോളെ ആ കാറ് എനിക്കുള്ളതാണെന്ന്. കൊള്ളത്തിനും പച്ചക്കള്ള ആനക്കള്ള അച്ഛനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അച്ഛാ അച്ഛാ എന്തോ അച്ഛാ അച്ഛാ. അച്ഛൻ എന്നോട് പറഞ്ഞ എന്താണെന്നറിയാവോ? അച്ഛന്റെ കാലശേഷം അച്ഛന്റെ കാറ് അച്ഛൻ എനിക്ക് തരും, എനിക്ക് ശേഷം എന്റെ 4 മക്കൾക്കായിട്ട് കൊടുക്കുമെന്നാ പറഞ്ഞു. അയ്യോ എന്തോ നമുക്ക് ആർക്കറിയാം? ആ കാറ് എനിക്ക് അവകാശപ്പെട്ടതാ. എനിക്ക് അവകാശപ്പെട്ടതാ. അതെ, അതൊന്നുമല്ല. ഈ കാറിന്റെ ഇപ്പൊ എന്റെ പേരില ഈ കാർ കിടക്കുന്നത്. ഞാനിതേ പ്രകാശൻ അങ്ങോട്ട് ഏൽപ്പിക്കാം. എന്നാ മോനെ പിടിച്ചേ, അതിന്റെ പേപ്പറൊക്കെ ഉണ്ട്. എടാ, നീ എന്തോടാ തപ്പണേ? എടാ, പേപ്പർ മാത്രമേ ഉള്ളൂ കാറിന്റെ, അല്ല നീ അതിനകത്ത് ഞാൻ വേറൊന്നും കൊണ്ട് വെച്ചിട്ടില്ല തപ്പാനായിട്ട് ഇങ്ങനെ. ഇതിനകത്ത് ഇനി തെറ്റി അബദ്ധത്തിൽ വല്ല പ്രമാണോ വല്ലതും കൊണ്ട് എടുത്ത് അമ്മയെ ഏൽപ്പിച്ചിട്ട് പോകാമല്ലോ എന്നുള്ള സതുദ്ദേശം കൊണ്ട് ഞാൻ എടുത്തു. സരസ്വതി അമ്മയ്ക്ക് അങ്ങനെ ഒന്നും പറ്റില്ല മോനെ. എന്നാ പിന്നെ എടാ, നീ പെട്ടെന്ന് കൊണ്ട് ശരിയാക്കടാ. ഓ, ആ, ഞാൻ നിന്റെ പോട്ടോ? പോ എന്റെ പൊന്നേ, അമ്മേ, തകർക്കും നമ്മള്. ചെല്ലട്ടാ, മാറി. സമയം കളയല്ലേ. മോളിലുള്ള ഒരാൾ ഇതൊക്കെ കാണണമെന്ന് ആലോചിക്കണോട്ടാ. മോളിലുള്ള ആള് കണ്ടിട്ട് എന്ത് കാര്യം? എന്നെ ജയിലിൽ നിർത്താൻ എന്റെ പ്രകാശൻ തന്നെയല്ലേ പറ്റുള്ളൂ. ജയിലങ്ങനെ കിടന്നു പോയാ അവനല്ലാതെ പിന്നെ എനിക്കാരാ? അമ്മ, ഓ, ഇത് കുറച്ച് കടുത്ത കൈയായി പോയിട്ടാ. എന്തോടി? അച്ഛന്റെ ആത്മാവ് ശപിക്കും, അങ്ങോട്ട് ശപിക്കും. ഓ, ഒരു ശാപം ഒന്നും ഉണ്ടാവില്ല. അവനൊരാവശ്യം വന്നപ്പോ നമ്മളല്ലേ, അമ്മയല്ലേടാ ഞാനൊന്ന് ലിങ്ങി തട്ടി വെച്ചെന്നാട്ടല്ലോ. കാറ് കിട്ടിയില്ല. എനിക്ക് ഇവിടെ നിന്ന് ഒന്നും കിട്ടാനില്ല. ഇനി നീ സമാധാനമായിട്ടിരിക്കടി, എന്തെങ്കിലുമൊക്കെ പോകുമ്പഴി അന്നേരം ഉണ്ടാവും. ഇപ്പൊ അവൻ പോയി കാര്യങ്ങൾ നടത്തിയിട്ട് വരട്ടെ. ഒരു കാര്യത്തിന് പോയെങ്കിൽ അത് ഇതൊന്നും തുടയ്ക്കാനും ഇവിടെ ആരില്ല. അച്ഛമ്മ കാല് മാറുന്ന ഞാൻ വിചാരിച്ചില്ല. കാല് മാറിയോ? എന്റെ കാലൊന്നും ഒരു കുഴപ്പമൊന്നും അല്ല. എല്ലാ വീട്ടിലും അമ്മമാര് പെമ്മക്കളുടെ കൂടെ നിക്ക, ഇവിടെ മാത്രം അമ്മ മക്കളുടെ കൂടെ. എന്താ ഉമ്മയാണ് വരുന്നത്? ഞാൻ പോണു. നീ പൊക്കോ. നീ തപ്പണ്? ഒന്നുമില്ല കുഞ്ഞ, ഞാൻ ഇവിടെ ഒന്ന് പൊടി അടിക്കണം മൊത്തം. തപ്പിക്കം. ആ, കാറും പോയി, എല്ലാം പോയി, പല്ലും പോയി. ഓണർ ഓഫ് ദ വെഹിക്കിൾ സരസ്വതി പുരുഷോത്തമൻ. അയ്യടാ, അതൊക്കെ ഇപ്പൊ മാറും. ഓണർ ഓഫ് ദ വെഹിക്കിൾ പി പ്രകാശൻ, പാപ്പാടി പ്രകാശൻ എന്നാവും. കിടുക്കും. ഇതാണ് വാനരപ്പട എല്ലാരും കൂടി. അച്ഛാ, എനിക്ക് സീരിയസ് ആയിട്ട് അച്ഛൻ്റെ അടുത്ത് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സീരിയസ് ആയിട്ടോ? എന്തായാലും നിങ്ങളെല്ലാരും വന്നില്ലേ, അതിലും സീരിയസ് ആയിട്ടൊരു കാര്യം എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഇതാ കിടക്കുന്ന വണ്ടി കണ്ട, കറുത്ത അംബാസഡർ വണ്ടി, വിൻറ്റേജ് വെഹിക്കിൾ. അതിൻ്റെ ഓണർഷിപ്പ് അടുത്ത ദിവസം തൊട്ട് എൻ്റെ പേരിലോട്ടാവും. അച്ഛൻ്റെ വണ്ടിയല്ലേ? അച്ചാച്ചൻ്റെ വണ്ടി ആയിരുന്നു, അടുത്ത ദിവസം തൊട്ട് എൻ്റെ പേരിലോട്ട് മാറും. എന്തേ, വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ? ഉണ്ട്. എന്നാൽ വിശ്വസിക്കണ്ട. പക്ഷെ അതെൻ്റെ പേരിലോട്ടാവും. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, അതെൻ്റെ പേരിലോട്ടായി കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടിയെ തൊടാനോ പിടിക്കാനോ മാന്താനോ ഒരുത്തനും ഒരുത്തി അങ്ങോട്ട് പോയി പോരും. പ്രത്യേകിച്ച് ഈ കഴുതേശ്വരൻ തൊട്ടുപോരുതാ വണ്ടിയെ, ഇടി വാങ്ങി നീ. ഞാൻ തൊടാനൊന്നും പോവില്ല. പക്ഷെ ഈ പേര് മാറ്റാൻ അച്ഛമ്മ സമ്മതിച്ചാ? അച്ഛമ്മ സമ്മതിക്കും. അച്ഛമ്മ എൻ്റെ അമ്മയാ. അച്ഛ ടോപ്പിക്ക് മാറ്റാതെ. നിൽ കുട്ടി നിൽ. ഒരു കാര്യം കൂടി പറയാനും, ചിലപ്പോൾ ഞാനൊരു പുതിയ വണ്ടിയൊക്കെ വാങ്ങിച്ചു എന്നൊക്കെ വരും. പുതിയ കാർ വാങ്ങിച്ചു എന്ന് വരും. പുതിയ കാറ് ഓട്ടോമാറ്റിക് ആക്കിയാലൊന്ന്. എന്തുവാടി? വല്ല SUV വാങ്ങിച്ചോ? ഗംഭീരോ? അച്ഛൻ SUV. എന്തുവാടേ നിനക്കൊരു പുജ്ഞം? ഓ, എനിക്ക് പറ്റൊന്നുമല്ല. SUV കണ്ടാ മതി ഈ മുറ്റത്ത്. SUV കാണുകയും ചെയ്യും, ഞങ്ങളെല്ലാവരും കയറുകയും ചെയ്യും, നീ ഇങ്ങനെ അതിന്റെ പുറകെ നിൽക്കുകയും ചെയ്യും. ഓ, നിന്നോളാം, സന്തോഷം. അച്ഛാ, അപ്പുണ്ണി ഉണ്ട് അച്ഛൻ്റെ കൂടെ, ഫുൾ സപ്പോർട്ട്. വെരി ഗുഡ്. നീ എപ്പോഴും വണ്ടിയുടെ പുറത്ത് നിന്ന് ഇങ്ങനെ ടാറ്റ തരാൻ നിൽക്കണം. ഞങ്ങൾ പോകുമ്പോൾ അകത്ത് കയറരുതേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അയ്യോ, കുറെ നേരമായില്ലേ പാവം കുഞ്ഞും ബഹളം വെച്ചോണ്ടിരിക്കുന്നത്. എന്താ പറയൂ. അച്ഛാ, ഞാൻ എന്റെ അവകാശം ചോദിക്കാൻ വേണ്ടിട്ട് വന്നതാ. അവകാശം?
എന്തുവാടേ ഇത്? ഇവക്ക് എന്തോ നട്ടപ്രാന്ത അച്ഛ കുറെ നേരം എന്തൊക്കെയോ കണക്കൊക്കെ പിടിച്ചോണ്ട് നടക്കണേ. കണക്ക് പ്രകാരം അച്ഛൻ 4 മക്കളല്ലേ? ഈ സെക്കൻഡ് വരെ എനിക്ക് 4 മക്കളാ. ഈ 4 പേരില് അച്ഛൻ ഏറ്റവും കുറവായിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി പൈസ ചെലവാക്കിയിരിക്കുന്നത് എനിക്കാണ്. എന്താണ് ഇപ്പൊ പ്രശ്നം? എന്താണ്? അതുകൊണ്ട് എന്താ പറയാ, കണക്കെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അച്ഛൻ ബാക്കി പൈസ എനിക്ക് തരണം. നീ പഠിക്കാത്തതുകൊണ്ടായിരിക്കും നിനക്ക് പൈസ കുറച്ച് ചിലവാക്കിയത്. എന്തായാലും ആർക്ക് വേണ്ടിയും ഇനി അങ്ങോട്ട് ഒരു പൈസയും പഠിക്കാൻ ചിലവാക്കാൻ ഞങ്ങൾക്ക് ഒരു ആലോചന ഇല്ല. അച്ഛാ എന്നാ വേറെ ആർക്കും കൊടുക്കണ്ട. എനിക്ക് പഠിക്കാനുള്ള എല്ലാം കാശ് എനിക്ക് തന്നേക്ക്. പക്ഷേ ഒരു ഗുണത്തിന് ഞാനൊരു ബിസിനസ് തുടങ്ങാം അച്ഛാ. അതോടെ നമുക്ക് ഉണ്ടാക്കാം. മൊട്ടേന്ന് വിരിഞ്ഞില്ല ബിസിനസ്. പിന്നെ ഞാൻ ഇപ്പോഴും മുട്ടേന്റെ ഉള്ളിലാണല്ലോ. ഇവിടെ സീരിയസ് ആയിട്ടൊരു കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, നീ മിണ്ടായിരിക്കും. അപ്പോൾ നിനക്ക് വേണ്ടി പൈസ മുടക്കാത്തതിലുള്ള പ്രതിഷേധമാണ് നിന്റെ വിഷയം. അതെ, എനിക്ക് പൈസ ബാക്കി തരണം. നിനക്ക് വേണ്ടി എത്ര ലക്ഷം വേണേ മുടക്കാം, ഒരൊറ്റ കണ്ടീഷൻ. നീ ഇന്ന് തൊട്ട് PSC ടെസ്റ്റിന് പഠിക്കാൻ തുടങ്ങിക്കൂ. എന്തേ? കൊള്ളാം കൊള്ളാം. PSC ടെസ്റ്റ് എഴുതി പാസ്സാകാൻ വേണ്ടി നീ പഠിച്ചോ? നിനക്ക് ലക്ഷങ്ങൾ മുടക്കാൻ ഞാൻ. ഇനി എനിക്ക് വയ്യ പഠിക്കാൻ. അയ്യോ എനിക്ക് വയ്യ. ഇത് കണക്കൊക്കെ മാറ്റി വെക്ക്. ഒരു നല്ല രസമാടി, വാ നമുക്ക് ഒന്നിച്ച് പഠിക്കാടി. വാടി വാടി. ഓടി പോയി പഠിക്കേ. നിന്റെ പരാതി തീർന്നാ? അവകാശം കിട്ടിയാ? കിട്ടി കിട്ടി. എന്നാ ഒരു പണി ചെയ്യും, ആൻഡപ്പടയെല്ലാം അങ്ങോട്ട് പോയി, എനിക്ക് വേറെ കുറച്ച് പരിപാടികൾ തീർക്കാനുണ്ട്. അപ്പുണ്ണി നീയെങ്കിലും മര്യാദയ്ക്ക് പഠിച്ചോ. നീ പഠിച്ച അച്ഛൻ മര്യാദയ്ക്ക് പൈസ മുടക്കി നിന്നെ പഠിപ്പിക്കും. അല്ലെങ്കിൽ ഇതുപോലെ കണക്കും ചോദിച്ച് നടക്കേണ്ടി വരും. അയ്യാ എനിക്ക് പഠിക്കും വേണ്ട, ഇങ്ങനെ കണക്ക് ചോദിച്ച് നടക്കും വേണ്ട. എനിക്കൊരു ടാക്സി ഡ്രൈവർ ആയാൽ മതി. ഇവന്റെ ഈ പോക്ക് കണ്ടിട്ട് ഇവൻ 10ാം ക്ലാസ് പോലും പാസ്സാകുമെന്ന് എനിക്കൊരു തോന്നലുമില്ല. ഇവനെ നമുക്ക് വല്ല പൊറോട്ട അടിക്കാൻ വിടാം. കറക്റ്റ്. തീറ്റിപ്പണ്ടാരമാണല്ലോ, എപ്പോഴും പൊറോട്ട അടിക്കാൻ തിന്നാ. പിന്നെ ഈ 10ാം ക്ലാസ് ഒക്കെ ഇപ്പൊ ഏത് കഴിയാൻ വേഗം ഇങ്ങനെ പാസ് പോകും. അത് പിന്നെ വേറൊരു കാര്യം. അതും സത്യം. ഹലോ ഞാൻ കഴുതല്ല, ചേട്ടനെ കഴുത. മേത്തോട്ട് കളിക്കല്ലേ? അപ്പൊ മക്കള് പറഞ്ഞു തീർന്നെങ്കിൽ പോവാട്ടെ. സമാധാനം ഇല്ലേ? വാ പോവാ. കണക്കെ ഞാൻ പോവാ. മോളെ സരിതേ, സത്യാവസ്ഥ അറിഞ്ഞാ നീ അത് ഞെട്ടും. ഒരു ഞെട്ടലിന്ന് തന്നെ ഞാൻ മോചിതയായിട്ടില്ലമ്മേ. ഇനി വയ്യ ഞെട്ടാൻ. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്തെങ്ങനെ 2 സൈഡിൽ തിരിഞ്ഞിരിക്കുന്നേ? തല്ലി പിരിഞ്ഞാ? അവക്കടെ ഒരു സന്തോഷം നോക്കിക്കേ. അയ്യോ അമ്മ, പിന്നെ സന്തോഷിക്കണ്ടേ? എന്റെ ഭർത്താവിന്റെ പേരിലല്ലേ കാറൊക്കെ എഴുതി കിട്ടുന്നത്. അമ്മ നോക്കിക്കോ, ചേട്ടന്റെ കയ്യിൽ ആ കാറ് കിട്ടിക്കഴിഞ്ഞാൽ അമ്മ പിന്നെ കാറ് തൊടിയിക്കില്ല. അമ്മയുടെ ഫ്രണ്ട് സീറ്റിലുള്ള ഇരിപ്പ് പോയി. ആഹാ, ഫ്രണ്ട് കേറി ഇരുന്നിട്ടുണ്ടല്ലോ. ഇങ്ങോട്ട് ഇറങ്ങിയ. ഞാൻ ഇറങ്ങത്തില്ല. എന്താ അമ്മ ഇത്? ഇങ്ങോട്ടിറങ്ങ്. ഇറങ്ങ്. ബലം പിടിക്കരുത്. ഞാൻ ഇറങ്ങൂല. ഇറങ്ങ്. പിടിക്ക്. എന്താണ്? ഇറങ്ങ് പറയാ. ഇറങ്ങ്. എടി നീ കയറി ഔട്ടിരുന്നേ. കഥ കിടച്ച് അമ്മതേ പൊറോട്ട കാനും കയറി. അങ്ങോട്ട് കയറിക്കേ. ഇഷ്ടംപോലെ സ്ഥലം കിടക്കില്ലേ? കേറ് അമ്മ, കേറ്. സമയം കളയാതെ ലാഗ് അടിപ്പിക്കല്ലേ. പെട്ടെന്ന് പോണം. കേറ്. കേറുന്നില്ലേ? അയ്യേ, പ്രകാശേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ലമ്മേ. അവനത് ചെയ്യും, അതിന്റെ അപ്പുറം ചെയ്യും. നീയും കൂട്ടു വെക്കും അതിന്. അമ്മ, അച്ഛന്റെ ആത്മാവ് അമ്മോട് പൊറുക്കില്ല അമ്മേ. സരിതേ, ഇങ്ങനെ ശപിക്കല്ലടി. ഒന്നുമില്ലെങ്കിൽ നിന്റെ അമ്മയല്ലേ. അത് അമ്മയ്ക്കാ വിചാരം വേണ്ടേ? അതവള് പറഞ്ഞത് ശരിയാ അമ്മേ. ഒന്നുമില്ലെങ്കിൽ ആ കാർ അവക്കും കൂടി അവകാശപ്പെട്ടതല്ല. അവളോട് ഒരു വാക്ക് ചോദിക്കായിരുന്നു നമുക്ക്. അതാണ് മര്യാദ, അല്ലേ സരിതേ? അമ്മേ, ചേട്ടന്റെ സ്വഭാവം അനുസരിച്ച് ചേട്ടൻ ആ കാറ് തൂക്കി വിറ്റിരിക്കും. നോക്കിക്കോ. അമ്മ ഇങ്ങോട്ട് മാറിക്കേ. എടാ പ്രകാശ, ഇത് നിന്റെ അച്ഛന്റെ കാറല്ലേടാ മക്കളെ. ഇത് തൂക്കി വെക്കാൻ കൊടുക്കല്ലേ. അമ്മ, ഇത് പഴയ കാറല്ല അമ്മ. ഇതൊക്കെ തൂക്കി വെക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞതാ. മോനെ, ഇത് കൊടുക്കല്ലേ. ഇത് അച്ഛനെങ്കിലും നീ ഒന്ന് ഓർക്കടാ. ഇത് അച്ഛന്റെ പേരിലുള്ള കാറല്ല, ഇപ്പൊ ഇത് എന്റെ പേരിലുള്ള കാറാ. അമ്മ ഇങ്ങോട്ട് മാറിക്കേ. പിടിയില്ലേ. ഞാനിത് കൊടുക്കാൻ മനോഹര, നീ കൊണ്ടുപോക്കോ.
എടാ കൊണ്ടുപോയി വിക്ക്. ആ പോ. ആ അമ്മേ, അത് ഇവള് പറഞ്ഞത് ശരിയാ. പ്രകാശേട്ടൻ ഉറപ്പായിട്ടും തൂക്കി വിറ്റിരിക്കും. അമ്മ ഇതിനനുഭവിച്ചിരിക്കും. പ്രകാശന്റെ പേരിൽ ആ കാർ എഴുതി കൊടുത്തില്ലെങ്കിൽ ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരില്ലേ? നല്ലവരോട് അല്ല അച്ഛാ, എന്നാൽ അച്ഛന്റെ ഈ കയ്യിലിരിപ്പ് പറയണ അച്ഛമ്മ എങ്ങനെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ അച്ഛന്റെ പേരിലേക്ക് എഴുതി തന്നെ? എന്തുവാടി എന്റെ കയ്യിലിരിപ്പിന് കുഴപ്പം? ഒരു കുഴപ്പമില്ല, നല്ല ഒന്നാന്തര കയ്യിലിരിപ്പ്. ഇതിങ്ങനെ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ വിളിച്ചത് കേട്ടാ. വേണുകൂട്ടൻ അയച്ചു കൊടുക്കേണ്ട സാധനമാണ്. ഇല്ലെങ്കിൽ എനിക്ക് വേറെ 2-3 പിള്ളേരുണ്ട്, അവർ നന്നായിട്ട് എടുത്തു തരും. അതുകൊണ്ട് കൂടുതൽ ഇളക്കമൊന്നും വേണ്ട, മര്യാദയ്ക്ക് എടുക്കണേ. എടുത്തോളാം. ജാടയൊക്കെ ചേട്ടാ മുടിഞ്ഞ് നൊറാണക്കെടുത്തു. അപ്പച്ചി എന്തിനാണ് അച്ഛനെ പറയാവണേ? ഞാൻ നിന്നല്ലല്ലോ പറഞ്ഞത്, പിന്നെ എന്റെ അച്ഛനല്ലേ പറഞ്ഞേ? ഞാൻ പറയൂടി, നിന്റെ അച്ഛനാണ് മുമ്പ് ഇങ്ങനെ ചേട്ടനായിരുന്നു. എന്നാലേ ഇപ്പൊ എന്റെ അച്ഛനാണ്. എന്തു ചേട്ടാ കാട്ടിക്കൂട്ടിയത്? എന്തുവാടി, എന്താ നിന്റെ പ്രശ്നം? ചേട്ടൻ എന്തിനാ കാറ് മേടിച്ചെടുത്തത് അമ്മേടത്? ന്യായമായിട്ടും ആ കാറിൽ നിനക്ക് ഒരു അവകാശവും ഇല്ല. ആ കാറ് ഞാനാ ഇത്രയും നാൾ നോക്കിക്കൊണ്ടിരുന്നത്. ചേട്ടന്റെ വായടപ്പിക്കാൻ നോക്കല്ലേ, എന്നെ മിണ്ടിപ്പിക്കാതെ നോക്കണ്ട, എന്റെ സ്വഭാവം മാറും. എന്നാ ചലച്ചോണ്ടിരിക്കടി. ഇതല്ലേ അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പേപ്പറാണ്, എടുക്കരുത്. വേണ്ട, അച്ഛൻ നോക്കിക്കണ അത് പോയി മേടിക്കല്ലേ, അത് കീറിക്കളയും. അവള് ഒരു മണ്ടിയല്ലേ, അതൊരു ആവശ്യമില്ലാത്ത പേപ്പറാ. അതുകൊണ്ടല്ലേ നമ്മൾ ഫോട്ടോ സെറ്റ് എടുക്കാതെ അവിടെ മാറ്റി വെച്ചിരുന്നത്. അതുകൊണ്ട് നടക്കട്ടെ. നീ എവിടെ ഇരുന്നേ, ബാക്കി ഫോട്ടോ എടുക്കണം. അതെടുത്താ? ഇത് എടുക്കണം. എടുക്കല്ലേ. അമ്മേ, നമ്മുടെ അച്ഛമ്മയുടെ സ്വഭാവത്തിലെ എന്തെങ്കിലും ഒരു പന്തികേട് കാണുന്നുണ്ടോ? അതെന്നാണ് ഇപ്പം പ്രത്യേകിച്ച്, എപ്പോഴും അങ്ങനെ തന്നെയല്ലേ? അതല്ല, അച്ഛമ്മക്ക് സ്വഭാവം ഉണ്ടെങ്കിൽ അച്ഛന്റെ പേരിൽ ആ കാർ എങ്ങനെയെങ്കിലും എഴുതി കൊടുക്കൂ. അത് അച്ഛമ്മക്ക് ഇഷ്ടമുണ്ടായിട്ട് എഴുതി കൊടുത്തതായിരിക്കും. എന്നാലും ഈ ബോധം വെച്ചുള്ള അച്ഛമ്മ എന്തായാലും അങ്ങനെ ഒന്നും കാണിക്കാൻ ഒരു വഴിയില്ല. എന്നാ പിന്നെ നിന്റെ അച്ഛമ്മയുടെ ബോധം പോയിട്ടുണ്ടാവും അല്ലേ? ഓർപ്പിക്കാല്ലേ? ഓർപ്പിക്കാം. എന്നാലേ ഈ തക്ക മുതലെടുത്ത് നമുക്ക് ഈ സ്വത്തും കൂടെ അങ്ങ് എഴുതിയെടുത്താലോ? അങ്ങനെയാണ്. പിന്നെ നിനക്ക് PSC എഴുതണ്ടല്ലേ? PSC എഴുതണ്ട. പിന്നെ എനിക്ക് എന്റെ സ്വപ്നങ്ങളിലേക്ക് പറന്നു പോവാ. സ്വത്ത് നമുക്ക് കിട്ടൂല, അച്ഛമ്മക്ക് വട്ടല്ലേ? അതിപ്പോ എങ്ങനെ അവതരിപ്പിക്കും നിന്റെ അച്ഛമ്മയോട്? അതിനല്ല ഞാൻ ഇങ്ങോട്ട് ഓടി വന്നേ. അത് അമ്മയൊന്ന് വേണ്ട വിധത്തിൽ അവതരിപ്പിച്ച അച്ഛമ്മ വീഴും. എന്ത് റിലകട്ടായി കഴിഞ്ഞാൽ എന്നെ കണ്ടെടുത്താ കണ്ടൂടാ. ഇല്ലമ്മ, അമ്മയ്ക്ക് ആക്കുള്ള അമ്മ പറഞ്ഞ അച്ഛമ്മ കേൾക്കുക. ശരിക്കും ഒന്ന് പോയി ഒന്ന് ചുമ്മാ ചൊറന്ന് നോക്ക്. കിട്ടിയാ കിട്ടി, പോയാ പോയി. ഒരു കൈ ശ്രമിക്കേ. നോക്കാൻ പറ്റുവാ? നോക്കല്ലേ? ചുമ്മാ ഒന്ന് നോക്ക. ഒരു പോയാ ഒരു വാക്ക് അത്രയല്ലേ ഉള്ളൂ. ഒന്ന് പോയി നോക്ക് പോ. നീ ഇതെല്ലാം ചെയ്യ്, ഞാനൊന്ന് പോയി നോക്കാം. ഇതാ പിടിക്കടാ. നോക്കിട്ട് വരാം. ഇത് ചെയ്യാൻ പറഞ്ഞത് ദൈവമേ, വണ്ടി ഇടിച്ച് ആക്കൊന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. എന്തെങ്കിലും പറ്റിയ എന്റെ ചെറുക്കൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരുമല്ലോ ദൈവമേ. സഞ്ജു പറഞ്ഞ ശരിയാണല്ലോ, അച്ഛമ്മക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അച്ഛമ്മ എന്താണ് ഒറ്റയ്ക്ക് പിറുപുറത്തോട് നടക്കുന്നേ? കൂട്ടിന് ആളില്ലാത്തോണ്ടാ. എന്നാ വാ, നമുക്ക് 2 കൂടെ വിട്ടിരുന്ന് പിറുകൂർക്കാം. എന്റെ അച്ഛമ്മയുടെ മനസ്സിന്റെ താളം തെറ്റിയെന്നാ തോന്നുന്നു. പാവം. എന്റെ താളമൊന്നും തെറ്റില്ല, എന്നിട്ട് തള്ളയുടെ താളമാ തെറ്റിയിരിക്കുന്നു. നമ്മൾ എന്തിനാ അച്ഛമ്മ ആവശ്യമില്ലാത്തവരെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്? അച്ഛമ്മക്ക് ഇഷ്ടമില്ലാത്തവരെ പറ്റിയൊന്നും സംസാരിക്കണ്ടെന്നേ. അച്ഛമ്മ ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇങ്ങോട്ട് ഇരുന്നേ. ഇങ്ങോട്ട് ഇരി, ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. നിങ്ങൾ ഉറങ്ങുകയാണ്. നീ എന്താ കോപ്രായം കാണിക്കുന്ന? അച്ഛമ്മക്ക് പ്രാന്ത് വന്ന വേറെ ആരും നോക്കിയില്ലെങ്കിലും ഈ കൃഷ്ണ അച്ഛമ്മനെ നോക്കും. അതെനിക്കറിയാം. പക്ഷേ എനിക്ക് വേറൊരു കാര്യം ചെയ്തു തരണം. എന്തോ കാര്യം? അച്ഛന് കാർ എഴുതി കൊടുത്ത പോലെ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി തരണം. നീ ഒരു പേപ്പറും പേന എടുത്തോണ്ട് വാ, തെറി എഴുതി തരാം. അയ്യോ, തെറിയല്ല, സ്വത്ത് എഴുതി തരുന്ന കാര്യം. സ്വത്ത് എഴുതി തരണം. സ്വത്ത് കുത്തു വെച്ച് വരും. നിന്റെ തള്ളയുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യമാവുക. ഇപ്പഴവള് സ്വത്തും കൊണ്ട് വരുന്നു. ഒക്കണ വിടുന്നുണ്ട്. ഇപ്പൊ ശരിയായല്ലോ, നേരത്തെ കാലം എനർജി കയറി.